അതെല്ലാവർക്കും ഉപയോഗമുള്ള ഒരു ടിപ്സ്. ഞാൻ ഒരു മോയ്സ്ചറൈസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇന്നിവിടെ ഞാൻ ഉപയോഗിച്ച് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കണ്ണിന് താഴെ വരുന്ന തടം, അതുപോലെ ഡ്രൈനെസ് സോഫ്റ്റ് ആകാന്, ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു ടിപ്സ് തന്നെ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കിവിടെ നോക്കാം. നമുക്കിതിനു വേണ്ടി ഫസ്റ്റ് വാസ്ലൈൻ, അതേപോലെ നല്ല പ്യുവറായിട്ടുള്ള അലോവേറ ജെല്ല് വേണം. പിന്നെ ജോജോബ ഓയിൽ അത് വേണം. ഇത് സാൻഡലിന്റെ ഒറിജിനൽ സാൻഡലിന്റെ സിറമ. നമ്മൾ ഇത് ആവശ്യമുണ്ട് ചേർക്കുക, ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട. പക്ഷെ ഇത് നല്ല ഇത് ആവശ്യമുണ്ട്, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട, അത് വാങ്ങിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല ബദാമിന്റെ ഓയിൽ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് 600 mg വൈറ്റമിൻ ഇ ക്യാപ്സൂൾ, ഇത് 400 mg ക്യാപ്സൂൾ. 600 ആണെങ്കിൽ നമുക്കൊരു 3 എണ്ണം ചേർക്കുക, 1 ടേബിൾ സ്പൂൺ വാസ്ലൈന്. ഇതാണെങ്കിൽ ഒരു 5 എണ്ണം ചേർക്കുക. ഇത് 400 mg, ഇത് 600 mg. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്രീം സ്വന്തമായിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഉപയോഗമാണ്. ഇപ്പൊ ഡ്രൈനെസ് ആയിട്ട് ഈ ചൂട് കൊണ്ട് ചുണ്ടൊക്കെ കറക്കുക, ഡ്രൈ ആവുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊരു മോയ്സ്ചറൈസും കൂടെ ചുണ്ടിൽ കറുപ്പ് മാറാനായിട്ട് ഉപയോഗിക്കാനുള്ള. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ അപ്പൊ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഒരു ക്രീം ആക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അത് ഫസ്റ്റില് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വാസ്ലൈൻ എടുത്ത് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്ത് വെച്ചിരിക്കുക. ഒന്ന് തിളച്ച വെള്ളത്തിനകത്ത് നമ്മൾ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിനകത്ത് എടുത്ത് വെള്ളത്തിനകത്ത് വെച്ച് തന്നെ നമ്മൾ ചൂടാക്കി എടുക്കുന്നു. അങ്ങനെ എടുത്ത വാസ്ലൈനായത്. നമ്മളിപ്പോ 2 ടേബിൾ സ്പൂൺ വാസ്ലൈൻ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ 2 ആഴ്ചയ്ക്കുള്ള ക്രീം ഉണ്ടാക്കാനായി ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനായിട്ടുള്ള വാസ്ലൈനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ 2 ടേബിൾ സ്പൂൺ വാസ്ലൈൻ ഉണ്ട്. നമ്മളൊരു ബൗളിലോട്ട് ഒഴിക്കുന്നു. അതിനുശേഷം ഇത് ജോജോബ ഓയില് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ജോജോബ ഓയിൽ ഒഴിച്ചു. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് വാസ്ലൈൻ ഡബിൾ ചെയ്തോളാം. ഇത് വാസ്ലൈന് ഡബിൾ ബോയിലിംഗ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ വാസ്ലൈന നമ്മൾ എടുത്ത്, അതിനുശേഷം അതിലോട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ അലോവേറ ജെല്ലാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്ന ഒരു ദിവസത്തേക്കിനുള്ളതല്ല, ഒരു 2 ആഴ്ചത്തേക്കിനുള്ള ക്രീമാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഒരു 5 or 6 ഡ്രോപ്സ് ഇത് ഒറിജിനൽ സാൻഡൽ ഓയിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഒരു 3, 4, 5, 6 ഡ്രോപ്സ് ഒഴിക്കുക. ഇത് ഒഴിക്കുന്നവർ നമ്മളൊന്ന് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തോളുക. ഇപ്പം തന്നെ നമുക്ക് ആ സാൻഡലിന്റെ ഒക്കെ നല്ലൊരു പ്ലസന്റ് മണം നമുക്കിപ്പം തന്നെ നമുക്ക് ഈ ക്രീമിന് അറിയാൻ പറ്റുന്നുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ബദാം ഓയിലാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. ഇത് സ്കിന്നിൽ നല്ലൊരു കിട്ടാനും സോഫ്റ്റ്നെസ് ആകാനും നല്ലൊരു മോയ്സ്ചറൈസുമാണ് നമ്മളിപ്പോൾ ഈ ബദാം ഓയില്. നമ്മൾ ഓരോ ഐറ്റംസ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുമ്പോഴും അത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഓയിലോ സിറമോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇതിന് ശേഷം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ, ഇപ്പൊ ഒരു വൈറ്റമിൻ ഇ 400 mg. അപ്പൊ നമ്മളിങ്ങനെ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുക.
നമുക്ക് ഈ 2 ടേബിൾ സ്പൂണിന് ഒരു 4 600 mg വൈറ്റമിൻ ഇ ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. ഇത് പിഗ്മെന്റേഷൻ തടയും, സ്കിൻ നല്ല ഗ്ലോ ആവും. രണ്ട് ടേബിൾ സ്പൂണിനാണ് ഞാൻ ഈ പറയുന്നത്. 200 400 ഒക്കെ ആണെന്നെങ്കിൽ നമുക്കൊരു 5 6 ക്യാപ്സൂൾ ആഡ് ചെയ്യണം. ഇതിപ്പം 600 mg ആയതുകൊണ്ട് ഇത് നല്ലതായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പൊ നല്ലൊരു പ്ലസന്റ് സ്മെല്ല് നമുക്ക് വൈറ്റമിൻ ഇയുടെ ഈ സാൻഡലിന്റെ ഓയിലും അലോവേറ ജെല്ലും ജോജോബ ഓയിലും ഇതിന്റെ എല്ലാം നല്ലൊരു പ്ലസന്റ് സ്മെല്ല് തന്നെ നമുക്കിപ്പോ ഈ ക്രീമിന് അനുഭവപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് സ്വന്തമായിട്ട് ഒരു മാസത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാസലൈനും അലോവേറ ജെല്ലും ജോജോബ ഓയിലും വൈറ്റമിൻ ഇയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് വിത്ത് ഡ്രൈനെസ്സിനുള്ള ക്രീം ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്ത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇതിനകത്ത് അലോവേറ ജെല്ല് വരുന്നുണ്ട്, ജോജോബ ഓയിൽ വരുന്നുണ്ട്, ബദാം ഓയിൽ വരുന്നുണ്ട്, ചന്ദനത്തിന്റെ നല്ല ഒറിജിനൽ ഓയിൽ വരുന്നുണ്ട്. ഇത്രയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് പിന്നെ അഡീഷണൽ ആയിട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂള് 600 mg ഒരു 4 നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഇതിനകത്ത് ഒരു കെമിക്കലോ ഒന്നുമില്ല, സ്വന്തമായിട്ട് നമുക്ക് ചെയ്ത് ഇതുപോലെ ബൗളിനകത്താക്കി വെച്ചിരുന്നാൽ ഒരു 2 ആഴ്ച നമുക്ക് സുന്ദരമായിട്ട് ദിവസവും ഉപയോഗിക്കാം. 20 ദിവസം നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്വല്പം എടുത്ത് ഇത്രയും മതി എടുത്ത് നമ്മൾ കയ്യിലും മുഖത്തിലും വേണമെങ്കിൽ ഇടാം. ചുണ്ടിന്റെ കറുപ്പുകളെല്ലാം മാറും, ഡ്രൈനെസ്സും എല്ലാം മാറും. എന്നിട്ട് പുതിയ സെല്ല് നമുക്ക് അഴുക്ക് സെല്ല് പോയിട്ട് പുതിയ സെല്ല് വരാൻ നമുക്ക് ഈ ക്രീം ഉപയോഗപ്പെടും. ഇനി നമുക്ക് ഈ ക്രീം നമുക്ക് നല്ലൊരു ഇതുപോലെ ഒരു ബൗളെടുത്ത് ആദ്യമേ തുടച്ച് നീറ്റാക്കി കഴുകി തുടച്ച് ഉണക്കി വെച്ച ബൗളിന് ഇതുപോലെ ബൗളിനകത്താക്കി നമുക്ക് വയ്ക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ ബൗളിനകത്താക്കി വയ്ക്കുക. ഇതിനകത്ത് അത് എയർ കയറാതെ നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കണം. അതുകൊണ്ട് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ ക്രീം ഒരു ബൗളിനകത്താക്കി ഇതിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഇത് ട്രയൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇതിനൊരു ശകലം ക്രീം എടുക്കുക. ഇത്രയും ക്രീം എടുത്താൽ മതി. ഇതിൽ കൂടുതൽ ആവശ്യമില്ല. നമുക്ക് ഇട്ടിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഫേസിലിടാം. ഞാൻ ഇപ്പൊ കയ്യിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഫേസിലെ ചുണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ
ചുണ്ട് ഈ പൊട്ട് ചൂട് കൊണ്ടും തണുപ്പും കൊണ്ടൊക്കെ ചുണ്ട് നല്ല വരൾച്ചയുള്ളവർക്കും ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ ശരിക്കും പഴകിയ ലിപ്സ്റ്റിക് ഇട്ട് സ്കിൻ ഡ്രൈ ആവുന്നവർക്കൊക്കെ ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. കറുപ്പൊക്കെ മാറുകയും സ്കിൻ നല്ല കളർ വരെ കിട്ടും. നമുക്ക് തന്നെ നമുക്ക് ഇതിന്റെ ചേഞ്ച് അറിയാൻ പറ്റും. സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. ഇതിപ്പോ ഞാൻ മുഖത്ത് ചേർന്ന് ഞാൻ കയ്യിൽ നിന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫേസ് ഫുൾ ഇടാം നമുക്കത്. ഈ കണ്ണിന് വരുന്ന തടം, കറുപ്പ്, പഫ്നെസ് എല്ലാത്തിനും ഇടാം. പക്ഷെ ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഇന്നിപ്പോ രാവിലെയോ വൈകിട്ടോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ദിവസം തന്നെ അടുത്ത ദിവസം ചെയ്യണം. അങ്ങനെ 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്താൽ നമുക്ക് തന്നെ പ്രയോജനം കിട്ടും. അല്ല ഒരു ദിവസം ചെയ്തിട്ട് നമുക്ക് പ്രയോജനം കിട്ടത്തില്ല. കിട്ടിയാൽ നമുക്ക് അങ്ങനെ ഒരു ലൈറ്റ് മസാജ് ചെയ്ത് ഇതുപോലെ നമ്മളങ്ങ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് തന്നെ ഈ കയ്യിലെ ചേഞ്ച് നമുക്ക് കാണാം. ഇപ്പൊ ഇട്ടതേ ഉള്ളൂ. ഇതിന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തെ എന്തിട്ടാലും നമ്മൾ 20-25 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ വെയിറ്റ് ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ അത് കാണാൻ കഴിയും. നല്ല ഒരു സ്കിന്നിന് ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. ചുളുക്കൊക്കെ ഉണ്ട്. ഡ്രൈനെസ്സിനൊക്കെ നല്ല ഒരു പ്രകൃതിയായിട്ടുള്ള ഒരു ക്രീമാണ് ഇപ്പൊ നമ്മളോട് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് ഇത് ചെയ്ത് ഒരു 10-20 മിനിറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ടിഷ്യൂ എല്ലാം എടുത്ത് തുടച്ചങ്ങ് മാറ്റുക. അല്ല വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു ചെറിയ ഒരു കൂളിങ്ങും ഒക്കെയുള്ള ഒരു നല്ലൊരു ക്രീമാണ്. ഇത് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് ഇതുപോലെ ബോട്ടിലാക്കി വെക്കുക. ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ തന്നെ നമുക്ക് ആ ചേഞ്ച് അറിയാൻ പറ്റും. ഈ കൈ കൊണ്ടുള്ള ചേഞ്ച് ഇപ്പം തന്നെ നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഈ കൈയുമായിട്ടുള്ള ചേഞ്ച് ഇപ്പം തന്നെ നമുക്ക് കാണാൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് നമുക്കിത് കാണുന്നത്. ഇത് നമ്മൾ 20 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ പീൽ ചെയ്ത് പോയി പുതിയ സെല്ല് നമുക്ക് വരും. അപ്പൊ ഡ്രൈനസ് എല്ലാം മാറും, കറുപ്പുകൾ കുറയും. ഇത് എല്ലാവരും ഇതുപോലെ ചെയ്ത് വെക്കുക. നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ബോട്ടിലാക്കി ഇതുപോലെ അടച്ചു വയ്ക്കുക. ഇത് നല്ലൊരു ക്രീമാണ്. സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കാൻ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കെമിക്കലൊക്കെ ഇല്ലാതിരിക്കാൻ സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് വെക്കാവുന്ന നല്ലൊരു മോയ്സ്ചറൈസ് വിത്ത് ക്രീമാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തേക്കുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്ത് ബോട്ടിലാക്കി വെച്ച് സൂക്ഷിക്കുക. അതുപോലെ കാൽപ്പത്തിയിലെ ഒക്കെ ഈ കറുപ്പുകൾ, ചപ്പലൊക്കെ ഇട്ട് വരുന്ന കറുപ്പുകൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയായി ക്രീം ഇതുപോലെ ബോട്ടിലാക്കി ഏതെങ്കിലും നല്ലൊരു ബോട്ടിൽ ഇതുപോലെ ആക്കുക, സൂക്ഷിക്കുക. ദിവസം നമ്മൾ ഇങ്ങനെ കൈ വെച്ചെടുക്കാതെ ചെറിയൊരു സ്പൂൺ, ഈ ഐസ്ക്രീമിനൊക്കെ സ്പൂൺ വെച്ചിട്ട് ശകലം ക്രീം എടുക്കുക. അത് കയ്യിൽ വെച്ചിട്ട് നല്ലതായിട്ട് മുഖത്ത് കൊടുക്കുക, ചുണ്ടിന് കൊടുക്കുക. കണ്ണിന് ചുറ്റും ക്ലോക്ക്വൈസ് ആൻറ്റി ക്ലോക്ക്വൈസും ചെയ്തിട്ട് ഒരു 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനുള്ള നല്ല ഒരു ചേഞ്ച് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും.